ഇന്നൊരു ട്രിവാൻഡ്രം സ്പെഷ്യൽ മരിച്ചിനി മീനും കൂടെ ഇളക്കിയതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കഴിച്ചിട്ടില്ലാത്തവരും കണ്ടിട്ടില്ലാത്തവരും ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിച്ച് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ഭാഗത്ത് മാത്രമാണ് എനിക്ക് അറിയേണ്ട വേറെ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ വീട്ടിലേക്ക് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ നെത്തോലി മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ മുള്ളൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് എളുപ്പമായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ തല ഒന്ന് മാറ്റിയിട്ട് സൈഡിലൊന്ന് വാലിൻ്റെ ഒരു സൈഡിലൊന്ന് പിടിച്ചിട്ട് സൈഡിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അതിൻ്റെ മുള്ളൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കിട്ടും. അതിനുശേഷം നല്ലോണം ഉപ്പ് കൊട്ടൊന്ന് ഉരച്ച് കഴുകി വെള്ളമൊക്കെ കളഞ്ഞൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ മീനിൻ്റെ തലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം തലയൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് കഴിക്കാൻ പാടായിരിക്കും, മുള്ളൊക്കെ കാണുമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കായിരുന്നാലും കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, മുള്ള അറിയാതെ ഇറങ്ങിപ്പോയാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നെത്തോലി മീൻ എടുക്കുന്നതായിരിക്കും കുറച്ചൊന്ന് സേഫ്റ്റി. അപ്പോൾ ഞാൻ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടേ. പിന്നെ അത് ആ മരിച്ചിനി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു 4 ചെറിയ അത്യാവശ്യം ഭയങ്കര വലുതുമല്ല എന്നാൽ തീരെ ചെറുതുമല്ലാത്തൊരു മീഡിയം സൈസിലുള്ള ഒരു 4 മരിച്ചിനി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തൊലി കളഞ്ഞതിന് ശേഷം അതിൻ്റെ നടുഭാഗത്തെ വേരില്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് 2-3 വെള്ളം ഒന്ന് കഴുകിയെടുക്കണേ. അതിൻ്റെ ആ ഒരു കട്ടില്ലാതെ ഒന്ന് മറന്നു വരെ ഒന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള മരിച്ചിട്ട് ഞാൻ അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ ഒരു മൺചട്ടിയിൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു പാത്രത്തിലൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ അതിലേക്ക് ഞാൻ നിറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. മരിച്ചിനൊന്ന് റെഡിയായി വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടെടുക്കും. അപ്പോൾ ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയൊരു മുറി തേങ്ങ ചിരകിയതാണ്. അതും പിന്നെ അതുപോലെ തന്നെ ഒരു 10-15ഓളം ചെറിയുള്ളി ഇത്രയും എടുക്കണം കേട്ടോ, എങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂൺ പെരിഞ്ചീരകം, മുഴുവൻ പെരിഞ്ചീരകമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതിലാണെന്നുണ്ടെങ്കിൽ അല്പം പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്താലും മതി. പിന്നെ ചെറിയൊരു കഷ്ണം പട്ട, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്തത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. പിന്നെ ഒരു 3 സാധാരണ പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്തെടുക്കാം. ഞാൻ ഇവിടെ ഉടംകൊല്ലി മുളകാണ് എടുത്തിട്ടുള്ളത്. അതും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് തരിതരിപ്പോട് കൂടി ഒന്ന് അരച്ചൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ മരിച്ചിനിക്ക് ഒന്ന് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ടൊന്ന് വീണ്ടും സ്റ്റൗവിലോട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ ഫ്ലെയിം കുറച്ചാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഇതാ കുറച്ച് ഉപ്പ്, നമുക്ക് ഒരു മരിച്ചിനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആ മൊത്തത്തിൽ എല്ലാത്തിനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ അതിൻ്റെ മുകളിലോട്ട് വെച്ചെടുക്കാം. ആ ഒരു മരിച്ചിനില്ല അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചെടുക്കാം. ആ ഒരു ചൂടോട് കൂടി തന്നെ ഇരിക്കുമല്ലോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ ആ ഒരു കൂട്ടും ആ ഒരു 1/4 കപ്പോളം വെള്ളവും കൂടെ ചേർത്തിട്ട് അടച്ചൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് ആക്കി വയ്ക്കാം കേട്ടോ. ഇപ്പോഴായിട്ട് എനിക്ക് ഓർമ്മ വന്നത് പുളി ചേർത്തില്ല എന്നുള്ളത്. നമ്മൾ സാധാരണ അരപ്പ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി ഒന്ന് ഇട്ടിട്ട് അരച്ചെടുത്താൽ മതിയാകും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് പിഴിഞ്ഞ് അതിൻ്റെ കുരുവും അഴുക്കൊന്നും ഇല്ലാത്ത രീതിയിലൊന്ന് പിഴിഞ്ഞ് നമുക്ക് അരിച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും. പിന്നെ 1-2 തണ്ട് കറിവേപ്പിലേക്ക് ചേർത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ. അപ്പോൾ അതിനകത്ത് മീനൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ. മീനൊന്ന് കുക്കാവണം കേട്ടോ. മരിച്ചിനി ഓൾറെഡി പെട്ടെന്ന് വെന്ത് വരുന്ന മരിച്ചിനി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം കുക്കാക്കാനും പറ്റത്തില്ല. അത്യാവശ്യം വെന്തിട്ടാണ് നമ്മൾ ഊറ്റിയെടുത്തത് തന്നെ. എന്നിട്ട് എന്നാലും ആ ഒരു മീനൊക്കെ ഒന്ന് എന്തായാലും വെന്ത് വരണമല്ലോ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മീനൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം അടപ്പൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതൊന്ന് തണുത്ത് വരുന്ന സമയത്ത് ഒന്നും കൂടെ തിക്കാവും കേട്ടോ. ചൂടോട് കൂടിയാണ് കുറച്ചൊന്നും ഇങ്ങനെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ആ മരിച്ചിനെയും മീനോട്ട് ഇളക്കിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൈഡിലൊരു 2 പൊരിച്ച മീനൊക്കെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവരും ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയതൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മീനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.